ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളായ ആദിക, വേണിക എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സിജോ വർഗീസ് ചേരുന്നു. സിജോ, അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഇന്നലെയാണ് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ മൂന്നാറിലേക്ക് എത്തിയത്. മൂന്നാറിൽ നിന്ന് അവർ മാട്ടുപ്പെട്ടിയിലെത്തി. മാട്ടുപ്പെട്ടി സന്ദർശിച്ച ശേഷം കുണ്ടള ഡാമിലേക്ക് പോകുന്നതിനിടെ എക്കോ പോയിന്റിന് സമീപത്തായി ഇവരുടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. ഉടനെ തന്നെ ഈ സമീപത്തുണ്ടായിരുന്ന ആളുകൾ, മറ്റ് ടാക്സി ഡ്രൈവർമാർ, ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന മറ്റ് വിനോദസഞ്ചാരികൾ എന്നിവരെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ബസ്സിൽ നിന്ന് തെറിച്ചു വീണാണ് ഈ ആദിക, വേണിക എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തത്. പ്രദേശത്ത് മൊബൈൽ സിഗ്നൽ സംവിധാനം കുറവുള്ള ഒരു മേഖലയാണ്, ഇടുങ്ങിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ വിവരം പുറത്തറിയാൻ വൈകുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നീട് ഈ മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികളാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. പിന്നീട് പോലീസും മറ്റ് ആളുകളും കൂടുതലായി ഈ പ്രദേശത്തേക്ക് ചെല്ലുകയായിരുന്നു. ബസ്സിൽ ആകെ 40 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 37 പേരും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. അധ്യാപകരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ പിന്നീട് അവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അവിടെയുള്ള ടാക്സി ജീപ്പുകളിലും ഒപ്പം തന്നെ മറ്റ് വിനോദസഞ്ചാരികളുടെ ജീപ്പിലും പോലീസ് വാഹനത്തിലും എല്ലാമായി പരിക്കേറ്റവരെ മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഗുരുതര പരിക്കേറ്റ 2 പേരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ 19 പേരാണ് ഈ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 2 പേർ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബസ്സിന് അമിത വേഗതയുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും ദൃക്സാക്ഷികൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ഈ വാഹനം ഓടിച്ച ഡ്രൈവറെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ അപകടത്തിൻ്റെ കാരണം വ്യക്തമാകൂ. ശരി സിജോ.